ദേ 15 സെന്റ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് നല്ല ഭംഗിയായിട്ട് പണിതൊരു വീട്. മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു ഹൈപ്പ്. ഇവർക്ക് 2 വീടുണ്ട്. അത് കൂടാതെ ഇപ്പം ഇവർ വലിയൊരു പുതിയ വീട് വേറെ വാങ്ങി. അപ്പം ഈ 2 വീട് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ദേ കണ്ടോ, മുറ്റത്താണെങ്കിൽ ചെടിയും കാര്യങ്ങളും, മാവ്, പ്ലാവ്, എല്ലാ ഐറ്റംസും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വേണ്ട കിണറിൻ്റെയൊക്കെ ഭംഗിയുണ്ട. ഇതിൻ്റെ കുറച്ച് മാറിയിട്ടാണ് അടുത്ത വീടുള്ളത്. കണ്ട, ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വീടാണ്. ഇതിന് നിങ്ങൾ ലൈക്ക് അടിക്കാണ്ടിരിക്കരുത്, കൂടെ ഒരു ഹൈപ്പും. കണ്ട, മുറ്റത്ത് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. 2 വണ്ടി കിടന്നിട്ട് അറിയാനുണ്ട. നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു വീട്. അതുപോലെ തന്നെ വളരെ വില കുറവിലാണ് ഇവർ ഈ വീട് കൊടുക്കുന്നത്. ഞാൻ തന്നെ വിചാരിച്ചു, കാരണം ഇത്രയും നല്ല ഭംഗിയിലും മൊത്തം ഗ്രാനൈറ്റൊക്കെ ഇട്ട് പണിതിട്ട് പകുതി വില പോലും ചോദിക്കണല്ലോ എന്നുള്ളത്. കാരണം ഇവർക്ക് 2-3 വീടുള്ള കാരണമായിരിക്കും. അതായിരിക്കും കാരണം. ദേ സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. സിറ്റ് ഔട്ടിൻ്റെ വാളും, അതായത് അഴുക്കും കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ വരൂല. അപ്പം കാരണം ഫ്രണ്ട് എപ്പോഴും ഇങ്ങനെ പുത്തം പോലെ തന്നെ കിടന്നോളൂ, പുതിയതുപോലെ തന്നെ ഇരിക്കും എന്നുള്ളത്. 2 പാളി വാതിലാണ് ഇതിന് കൊടുത്തേക്കണം. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയ കണ്ട, എന്താ ഒരു ഭംഗി നോക്കി. കാരണം ഈ വീടിനധികം പഴക്കൂലേ. ഇവരൊരു വലിയ ഫാമിലിയാണ്. അത് കാരണമാണ് ഇവർ വലിയ വീട് വാങ്ങിച്ചത്. നേരെ തന്നെ TV ഏരിയ എന്താ ഒരു ഭംഗിയാണ്ട. ലിവിങ് ഏരിയയുടെ ഒരു ലെങ്ത്ത് നോക്കി. തൊട്ട് അടുത്ത് തന്നെ ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം നോക്കി. കണ്ടോ, 1.5 വീടാണിത്. അതാണ് വെറും കണ്ട. സ്റ്റെയർ കേസ് 2ആയിട്ട് തിരിഞ്ഞു പോണ സ്റ്റെയർ കേസാണ്. കണ്ട, അതിൽ നിന്ന് താഴത്തോട്ടുള്ള വ്യൂ കണ്ട, എന്താ ഒരു ഭംഗിയല്ലേ. കണ്ട, ഈ ഡൈനിങ് ഹാളാണ് വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ഫസ്റ്റ് ബെഡ്റൂമൊക്കെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാണിച്ചാൽ അങ്ങോട്ട് പോവാട്ടോ. കാരണം ഇതൊക്കെ റൂമും കാര്യങ്ങളുടെ വലിപ്പം മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതിയല്ല. AC കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഈ വീട് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ് വർക്ക് മാത്രം, അകത്തൊന്ന് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. വേറൊരു പണിയും ഇതിൻ്റെ അകത്ത് ബാക്കിയില്ല. കാരണം കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളാറുണ്ട്. വേറെ ഒരു ദൂരം കണ്ട, വലിയ അഴുക്കൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അതേ കൂട്ട് നോക്കണ വീടാണ്. പക്ഷെ അകത്ത് പുട്ടിയിട്ടില്ലേ, ആ പുട്ടിയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി ഷോ കിട്ടും. താഴത്തെ ബെഡ്റൂം താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം ഉണ്ട്. അതിന് ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ വെറുതെ ഒരു അലമാരി മാത്രമാണ് ഉപയോഗിച്ചേക്കണം. അങ്ങനെ അതിൻ്റെ ബാത്റൂമിൻ്റെ ഒക്കെ വലിപ്പം കണ്ടാവും. വലിയ ബാത്റൂമാണ് ഇത്. നിങ്ങളുടേതായ രീതിക്കൊക്കെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും വീട് വേറെ ലുക്കാവും. ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കണ്ട നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം. അപ്പുറത്തെ സൈഡിലുണ്ട്. കാരണം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയല്ലേ ഇങ്ങനെ കയറി വരുമ്പോൾ 2ആയിട്ട് തിരിഞ്ഞു പോകണം. പറഞ്ഞു കണ്ടോ, വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ കൊടുത്തേക്കണം. വാഷ് ഏരിയ കണ്ട, ഈ സൈഡിലും കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്റ്റോറേജ് സ്പേസ് സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെ കിട്ടും. ഇതാണ് മെയിൻ കിച്ചൺ. ഇവിടെയും ഒരു ഡൈനിങ് ടേബിൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ. അതാണിങ്ങനെ കിടക്കണം. കാരണം ഉപയോഗിക്കാനൊക്കെ വേറെ ഏരിയ ഉണ്ട്. സെക്കൻഡ് കിച്ചൺ ഉണ്ട്. സെക്കൻഡ് കിച്ചന് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേക്കാണ്. ഇവർ മെയിനായിട്ട് ഉപയോഗിക്കണം പുറത്താണ്. കണ്ട, ഇത് 3ാമത്തെ ഒരു ഇതാണ് സ്പേസാണ്. കാരണം വീടിൻ്റെ അകത്തൊരു പുകയും കാര്യങ്ങളും സ്മെല്ലൊന്നും വരാണ്ടിരിക്കാനേ കുക്ക് ചെയ്യണതിൻ്റെ. ഇവരിതെല്ലാം കണ്ട വെളിയിലാണ് എല്ലാവരും വീടിൻ്റെ പുറത്തോട്ടൊരു ഇത് എടുത്തിട്ടുണ്ട്. കണ്ട, ഇവിടെയാണ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് ചെന്നാലോ, മുകളിലാണെങ്കിൽ വലിയൊരു ഹാള് മുകളിലും ഉണ്ട്. കണ്ട, അതൊക്കെ അറേഞ്ച് ചെയ്തേക്കണണ്ട. എന്ത് ഭംഗിയായിട്ടും വൃത്തിയായിട്ടുമാണെന്നറിയാം വീട് സൂക്ഷിക്കണം. കാരണം സ്വന്തം ആവശ്യത്തിന് പണിത വീടും കണ്ട മൊത്തത്തിൽ ഗ്രാനൈറ്റ് ആയിട്ടാണ്. ഈ വീടിന് 14 സെന്റ് സ്ഥലം. ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ, മുകളിലത്തെ നിലയിലാണ്. 3500 സ്ക്വയർ ഫീറ്റ് വീട്, 5 ബെഡ്റൂം, ഒരു പ്രെയർ റൂം. ഇത്രയാണ് ഈ വീടിൻ്റെ അകത്തുള്ളത്. ഇതൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. എന്താ ഒരേ ബെഡ്റൂമായിട്ട് കണ്ടുപോവാം. ഇതേ 4ാമത്തെ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട.
ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് പന്തളം ഉണ്ടാ. പന്തളം ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അറ്റാച്ച്ഡ് ബെഡ്റൂമാണത്. മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, പിന്നെ ഒരു കോമൺ ബാത്റൂം, പിന്നെ അല്ലാത്ത ഈ 2 ബെഡ്റൂം. 5ാമത്തെ ബെഡ്റൂം ഇതൊരു പ്രെയർ റൂമാണ്. ഇവിടെ ഒരു വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ഒരു ലുക്ക് നോക്കി. ഇനി ഇതിൻ്റെ ബാൽക്കണി ഉണ്ട്. ഈ ഒരു ഏരിയ കണ്ടോട്ടോ നിങ്ങൾ. ഇതാണ് ബാൽക്കണി, നല്ല വിശാലമായ ബാൽക്കണി. ഇനി അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് തുണി അലക്കാനുള്ള ഒരു സ്പേസ് വേറെ ഉണ്ട്, അലക്കാനോ ഉണക്കാനൊക്കെ ഉള്ള. അടുത്തുള്ള വീടുകളൊക്കെ കണ്ട നല്ല പോഷ് ഏരിയ. പന്തളം ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട്. ഇവിടെ നിങ്ങൾക്ക് തുണി അലക്കാനും ഉണക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. നല്ലൊരു സ്പേസ് ആണ്. ഇവിടെ വാഷിംഗ് മെഷീൻ ഇവിടെ വെക്കാം. നേരെ പൈപ്പും വേസ്റ്റ് വാട്ടർ പോകാനുള്ളതും കറണ്ട് കണക്ഷൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം ഉണക്കടാം. അപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഇത് വരുന്നത് 14 സെൻറ്റ് സ്ഥലം, 3500 സ്ക്വയർ ഫീറ്റ്, 5 ബെഡ്റൂം, ഒരു പ്രെയർ റൂം. ഈ വീടിന് ചോദിക്കണ വില 1,20,00,000 രൂപയാണ്. എങ്ങനെയുണ്ട്? ഈ 3500 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ ഈ ഒരു സെറ്റപ്പിലാക്കാൻ തന്നെ വരും ഈ പറഞ്ഞ 1 കോടി രൂപ. അപ്പോൾ 14 സെൻറ്റ് സ്ഥലം തികച്ചും സൗജന്യം എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതേവിടെ മതിലൊക്കെ കെട്ടി എല്ലാം ചെയ്ത് ഇൻ്റർലോക്കൊക്കെ കിട്ടി ഇതേവിടുത്തെ ഒരു വീട് പണിയുമ്പോൾ എത്ര രൂപയാകുമെന്ന് അറിയാം. ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ലൊരു വിലയുണ്ട്. കാരണം ടൗൺ ഏരിയ ആയതുകൊണ്ടേ എല്ലാ സൗകര്യമുള്ള വീട്. പിന്നെ ബാക്കിലോട്ടൊക്കെ കുറച്ചും കൂടി സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാനത് വിട്ടുപോയതാണ് പറ്റിയത്. നിങ്ങൾക്ക് വരുമ്പോൾ നേരിട്ട് കാണാൻ പറ്റും. എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയൊരു വീട്. പാർക്കിങ്ങിനൊക്കെ ഉള്ളതാണ്. നമുക്കിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുറ്റത്ത് വെച്ച് നടത്താം. ഒരു കല്യാണ പരിപാടി വരെ മുറ്റത്ത് വെച്ച് നടത്താനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. 2 വണ്ടി ഇവിടെ കിടന്നിട്ട് പോലും അറിയണില്ല. അല്ലേ, ഇതൊരു വലിയ ഇപ്പോൾ ഇവരിത് കൊടുക്കാനുള്ള കാരണം തന്നെ ഇവർക്ക് ഇപ്പോൾ തന്നെ 2 വീടുണ്ട്. ഇത് കൂടാണ്ടാണ് അവർ വലിയൊരു വീട് വാങ്ങിച്ചത്. അപ്പോൾ ഈ 2 വീട് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇനി വേറൊരു വീടും കൂടി ഉണ്ട് കൊടുക്കാനുള്ള. അതിൻ്റെ വീഡിയോ നാളെ ചെയ്യാട്ടോ. അത് ഒരു 17 സെൻറ്റ് സ്ഥലവും വീടുമാണത്. 1600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 2 നില വീട്, 17 സെൻറ്റ് സ്ഥലവും. അതും ടാർ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് ഇതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഡീറ്റെയിൽ ഇല്ലെന്ന് ആരും പറയരുത്. കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആരും ഡീറ്റെയിൽ ഇല്ലെന്ന് മാത്രം പറയരുതേ.